എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പാലായിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി. ഈ പരിപാടിക്കിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തെ പുകഴ്ത്തി, പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രംഗത്ത് വന്നു. മുന്നണി വിടാൻ നീക്കം നടത്തി എന്ന ആക്ഷേപം ജോസ് കെ മാണി നേരിടുന്നുണ്ട്. ഇത് CPM അണികളെ ബാധിക്കാതിരിക്കാനുള്ള ഒരു കരുതൽ കൂടിയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, KM മാണിയുടെ ഓർമ്മദിനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന ഒരു വൈകാരിക പ്രകടനം കൂടി മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായി. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആദ്യം കേൾക്കാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പ്രമുഖനായ നേതാവ് ജോസ് കെ മാണിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി. LDFനെ ദുർബലപ്പെടുത്താൻ എതിരാളികൾ പലവിധ ശ്രമങ്ങൾ നടത്തിയപ്പോഴും പാറ പോലെ ഉറച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുന്ന നിലപാടാണ്, ആ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന നിലപാടാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് ദിനം മാത്രമല്ല, പാലക്കാർക്ക് വളരെ വേദനയുളവാക്കുന്ന ഒരു ഓർമ്മ ദിനം കൂടിയാണ്. ആ ഓർമ്മ ദിനം പാലയുടെ വീരപുത്രൻ KM മാണിയുടെ ഓർമ്മ ദിനമാണ്. KM മാണിയുടെ ഓർമ്മ ദിനത്തിൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന നിങ്ങളെല്ലാവരും, പാലയിലെയും കടുത്തുരുത്തിയിലെയും വോട്ടർമാര് നല്ല ഓർമ്മയോടെ KM മാണിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് 2 അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഈ 2 പേരെയും, ജോസ് കെ മാണിയെയും നിർമ്മല ജിമ്മിയെയും വിജയിപ്പിക്കുക. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പല കാരണമുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിന്. ഒന്ന്, ജോസ് കെ മാണി നേരിടുന്ന ഒരു ആക്ഷേപമുണ്ടല്ലോ, മുന്നണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അത് ഇടതുമുന്നണി പൊതുവിൽ അത് CPM അണികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പത്തിൽ ഇടവച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രകടമാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കാട്ടലായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത്. പ്രതിപക്ഷത്തായ തങ്ങളുടെ കക്ഷിക്ക് വിരുദ്ധമായി UDFനൊപ്പം നിന്നിരുന്ന KM മാണിയെ പുകഴ്ത്തി പറയാൻ കൂടി മുഖ്യമന്ത്രി ആ വേദിയെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ പാലയിലെ സാധ്യതകളെ ബാധിക്കാതിരിക്കാനുള്ള ഒരു കരുതലാണോ നടത്തിയിരിക്കുന്നത്? പരിപൂർണമായും അങ്ങനെ തന്നെയാണ് സജിത്ത്. മുഖ്യമന്ത്രിയുടെ വാചകങ്ങളെ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. പാലയുടെ വീരപുത്രനാണ് KM മാണി എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. മാത്രവുമല്ല, ജോസ് കെ മാണിക്ക് വലിയ കരുതൽ നൽകുന്നു. ജോസ് കെ മാണിക്ക് കരുതൽ നൽകേണ്ട സാഹചര്യം അവിടെ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. സജിത്ത്, പാലായിൽ ഇത്തവണ സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല അവിടെ നടക്കുന്നത്. അവിടെ ഷോൺ ജോർജിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഷോൺ ജോർജിന്റെ സാന്നിധ്യം തന്നെയാണ് ഇടതുപക്ഷത്തിനും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം. കഴിഞ്ഞ തവണ 15,000 വോട്ടിന് മാണി സി കാപ്പൻ ജയിച്ചപ്പോൾ അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടുണ്ടായിരുന്ന BJP 10,000-ലേക്ക് എത്തി. ഈ BJP വോട്ടുകൾ പോയത് കാപ്പനിലേക്കാണ് എന്ന് അവർ കരുതുന്നു. ഒന്ന്. രണ്ടാമത്തെ ഘടകം, തൊട്ടിപ്പുറത്ത് മേലുകാവ് ഉൾപ്പെടെയുള്ള മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഷോൺ ജോർജ് നേരത്തെ സ്വതന്ത്രനായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ഒറ്റയ്ക്ക് ജയിച്ച ആളാണ്. അതുകൊണ്ട് അവിടങ്ങളിൽ വോട്ട് UDF വോട്ടുകളടക്കം, UDFന് സ്വാധീനമുള്ള, കാപ്പനെ കഴിഞ്ഞ തവണ പിന്തുണച്ച, അകമഴിഞ്ഞ് സഹായിച്ച ഇടങ്ങളാണ്. അവിടെ ആ വോട്ടുകളിലേക്ക് കടന്നു ചെല്ലാൻ ഷോണിന് സാധിക്കും. അങ്ങനെ ഷോണിന് സാധിക്കുന്നതോടെ കാപ്പൻ അവിടെ ക്ഷീണിക്കുകയും ഫലത്തിൽ ജോസിന് ഇടത് വോട്ടുകളും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് വോട്ടുകളും കൂടി ചേർന്ന് വിജയിക്കാൻ കഴിയും എന്ന ഒരു കണക്കാണ് അവിടെയുള്ളത്. അങ്ങനെ ഒരു ഷോണ് ഒരു 35,000 വോട്ടിലേക്ക് ഷോൺ ഒതുങ്ങുകയും അത് UDF വോട്ടുകളായി മാറുകയും ചെയ്യുന്നതോടെ തങ്ങൾക്ക് ജയിക്കാം. അങ്ങനെ ഒരു അനുകൂല സാഹചര്യമുള്ളപ്പോൾ ജോസിനെ വലയ്ക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അത് മുന്നണിക്കുള്ളിലെ ക്രെഡിബിലിറ്റിയാണ്. നമുക്കറിയാം, ഇടുക്കി CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ തുറന്നു പറഞ്ഞ ഒരു CPMന്റെ ഒരു ആഭ്യന്തര കഥ, അത് റോഷി അഗസ്റ്റിനെ എങ്ങനെയും ജയിപ്പിക്കണം, റോഷിയാണ് ഈ പാർട്ടി അവിടെ ചേർത്ത് നിർത്തിയത് എന്നുള്ളതാണ്. ഫലത്തിൽ ജോസ് കെ മാണി ഒപ്പം തന്നെ മറ്റു പല ജോബ് മൈക്കിൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കം, സഭകളുടെ കൂടി അറിവോടുകൂടി നടത്തിയ ഒരു നീക്കം എന്ന ഒരു വിശ്വാസ്യത ജോസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധി ആ മുന്നണിയിൽ, ആ പാർട്ടിയിൽ നിലനിന്നിരുന്നു. അവിടെ CPM വോട്ടുകൾ അടക്കം ചോരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നാൽ ഇത്രയും അധികം അനുകൂല സാഹചര്യം ഉണ്ടായാൽ പോലും ജോസിന് പാലയിൽ ജയിക്കാൻ കഴിയില്ല.
എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുകൂട്ടലാണ്. ആ കണക്കുകൂട്ടൽ വളരെ ബുദ്ധിപരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി പാലയിലെ ഇടത് പ്രവർത്തകർക്ക് മുന്നിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം പല കാര്യങ്ങൾ. പ്രത്യേകിച്ച് മുന്നണിയെ പിടിച്ചു നിർത്തിയത് ജോസ് കെ മാണിയാണ് എന്ന് ഒരു ഘട്ടത്തിലും ഒരു നേതാവും ഇടതു മുന്നണിയിൽ നിന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പാലായിൽ വന്ന് പാലായിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അങ്ങനെയാണ് എന്നതിന് അർത്ഥങ്ങൾ ഒരുപാടാണ്. നിങ്ങളുടെ വോട്ടുകൾ മാറിപ്പോകരുത് എന്ന് ഇടത് പ്രവർത്തകരെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി അവിടെ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സജിത്ത്. യെസ്, ശ്രീജിത്ത് പറഞ്ഞാണ് അതിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയം പറയാൻ പോകുന്ന ഒരു മണ്ഡലം ഇത്തവണ പാലയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിൽ മുമ്പ് ഒരു തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവാത്ത ഒരു രാഷ്ട്രീയ രീതിയും തെരഞ്ഞെടുപ്പ് ശൈലിയും രാഷ്ട്രീയവും പങ്കുവയ്ക്കുന്ന ഇടമായി പാല മാറിക്കഴിഞ്ഞു. കെ എം മാണിക്ക് ശേഷമുള്ള പാലയിൽ രാഷ്ട്രീയത്തിൽ വലിയധികം മാറ്റമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷോൺ ജോർജ് ഇത്തവണ കടന്നു വരുമ്പോൾ ഒരു ക്രൈസ്തവ മുഖമുള്ള BJP സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതകളുമുണ്ട്. അത് മാറ്റിമറിക്കാനുള്ള രാഷ്ട്രീയമുണ്ട്. അത് കണ്ടറിഞ്ഞുള്ള തന്ത്രമെരുക്കലാണ് ഇന്നലെ മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.